ഹായ് ഓൾ എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാവരും വളരെയധികം എക്സൈറ്റ്മെന്റ് ആയിട്ട് കാത്തിരുന്ന ഒരു അനൗൺസ്മെന്റ് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. സോ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ടു ACB അക്കാഡമി. സോ നമ്മളെല്ലാവരും കാത്തിരുന്ന വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. വളരെ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് വളരെ ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. സോ ഇന്നലെ നമ്മുടെ 29-ന് PSC കൂടിയ ഒരു മീറ്റിംഗിനകത്താണ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഗ്രേഡ് 1 അതുപോലെ ഗ്രേഡ് 2 പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നതിന്റെ ഡേറ്റ് വളരെ കൃത്യമായിട്ട് ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഡേറ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കൃത്യമായിട്ട് നോക്കിയിരിക്കുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത മാസം ഒക്ടോബർ 15-നായിരിക്കും നിങ്ങൾക്ക് എന്ത് വരിക. ഒക്ടോബർ 15-ന് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഗ്രേഡ് 1 ഗ്രേഡ് 2 പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് നെക്സ്റ്റ് മന്ത് 15-ന് എന്ത് ചെയ്യുന്നതായിരിക്കും വരുന്നതായിരിക്കും. അതുപോലെ നവംബർ 11 വരെ ആയിരിക്കും, നവംബർ 11 വരെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ അയക്കാനുള്ള. നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ടൈം പീരീഡ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11-ാം തീയതി നമ്മുടെ നവംബർ 19 വരെയാണ് കേട്ടോ വരുന്നത്. നവംബർ 19 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപേക്ഷിക്കാം. സോ അടുത്ത മാസം നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഇനി നമുക്ക് സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല. 2 ലെവലിലേക്കും ഗ്രേഡ് 1-ലേക്കും അതുപോലെ ഗ്രേഡ് 2-ലേക്കുമുള്ള വേക്കൻസീസ് എന്ത് ചെയ്യും ആ ഒരു ടൈമിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ അറിയാമല്ലോ, നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് എന്നറിയിക്കുക. നമുക്ക് ഡിഗ്രി ലെവൽ വരുമ്പോഴത്തേക്ക് ഏറ്റവും അധികം എന്തുകൊണ്ടാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഇത്രയും ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ നോട്ടിഫിക്കേഷൻ ആണ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഡിഗ്രി ലെവൽ എക്സാംസിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ പോകുന്ന ഒരു എക്സാം തന്നെയാണ് ഏതെന്ന് പറയുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അല്ലെ, ഏകദേശം ഇപ്പോൾ വന്നിരിക്കുന്ന നമുക്ക് അറിയാവുന്ന വെച്ച് ഒരു 4000+ നിയമനങ്ങൾ എന്തായാലും നടക്കും. ഒരു 4000+ നിയമനങ്ങൾ എന്തായാലും എന്ത് ചെയ്യും കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ നടക്കും. അല്ലെ, സോർത്ത് നോക്കാം. നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോക്കിയാലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കിയാലും അതിന്റെ ഏകദേശം 5 മടങ്ങിൽ കൂടുതൽ നിയമനങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ നടക്കാനായിട്ട് പോകുന്നത്. വിച്ച് മീൻസ് ജോലി എഴുതുന്നത് നമുക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ യൂണിവേഴ്സിറ്റി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സെയിം എണ്ണമാണെങ്കിൽ പോലും അതിന്റെ 5 മടങ്ങ് എന്ത് ചെയ്യും, അതിന്റെ 5 മടങ്ങ് നിയമനങ്ങൾ എവിടെ നടന്നിരിക്കും, കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ നടന്നിരിക്കും ഉറപ്പായിട്ടും. അല്ലെ, സോ എങ്ങനെ എഴുതുന്ന ഒരു 100-150 പേര് എഴുതിയാൽ അതിൽ ഒരാൾക്ക് എന്ത് ചെയ്യും നിർബന്ധം ഉറപ്പായിട്ടും ജോലി കിട്ടുന്ന രീതിയിലുള്ള അത്രയും വേക്കൻസീസ് വരുന്ന ഡിഗ്രി ലെവലിൽ ഇത്രയും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന വേറെ ഒരു ജോലിയും ഇല്ല. സോ ഒരു ഉഴപ്പും കാണിക്കാതെ ഒരു മടിയും കാണിക്കാതെ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് വേണ്ടി കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് അറിയാലോ ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് എക്സാംസ് 2 സ്റ്റേജ്, നിങ്ങൾക്ക് പ്രിലിംസും വരും, പ്രിലിംസ് പ്ലസ് മെയിൻസ് ആയിട്ടായിരിക്കും. ഡിഗ്രി ലെവലിൽ പ്രിലിംസ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് നടക്കുക, മെയിൻസ് എക്സാമുകൾ നടക്കുക. മെയിൻസിന്റെ എക്സാം വരും. ഈ പ്രിലിംസ് എന്ന് പറയുമ്പോൾ അറിയാലോ എനിക്ക് SPCID അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ടൈമിൽ വരുന്നുണ്ട്. സോ എല്ലാത്തിന്റെയും കമ്പൈൻഡ് ആയിട്ട് ഒരു പ്രിലിംസ് എക്സാംസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും മെയിൻസ് എക്സാമുകൾ നടക്കും. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ വരുന്നത് എന്താണ്, ഡിഗ്രി ആണ്. അല്ലെ, ഏതെങ്കിലും ഒരു വാലിഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രിയാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ആൻഡ് ഏജ് നിങ്ങൾക്ക് വരുന്നത്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരുന്നത് 36 വയസ്സാണ്. 36 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം ജനറൽ കാറ്റഗറിയിൽ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് OBC നിങ്ങൾക്ക് റിലാക്സേഷൻ വരുന്നുണ്ട്. OBC ആണെന്നുണ്ടെങ്കിൽ 39 വയസ്സ് വരെ 39 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം OBC കാറ്റഗറിയിൽ ഈ ഒരു പോസ്റ്റിന് വേണ്ടി എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ആൻഡ് SC/ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 41 വയസ്സാണ്. 41 വയസ്സാണ് എന്ത് വരുന്നത് SC/ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിഗ്രി തന്നെയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കേട്ടോ. ഡിഗ്രി ആണ് നിങ്ങൾക്ക് എന്ത് വരുന്നത് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. സോ എല്ലാവരും ശ്രദ്ധിക്കുക, 15-നാണ് എന്ത് വരിക നോട്ടിഫിക്കേഷൻസ് വരിക കേട്ടോ. 15-ാം തീയതി നിങ്ങൾക്ക് എന്ത് വരും നോട്ടിഫിക്കേഷൻസ് വരും. ഉറപ്പായിട്ടും 4000+ വേക്കൻസീസ് എന്ത് ചെയ്യും, അഡ്വൈസുകൾ എന്ത് ചെയ്യും ഉറപ്പായിട്ടും ലിസ്റ്റിൽ നിന്ന് പോവുകയും ചെയ്യും. അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാവരും ഇപ്പോഴേ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിനകത്ത് ഒരു മടിയും വിചാരിക്കണ്ട. അല്ലെ, നിങ്ങൾ ഇപ്പോഴത്തെ നമ്മുടെ 2024 എന്ത് ചെയ്തിട്ടുണ്ട്, 24 വന്നിരിക്കുന്ന ലിസ്റ്റ് നോക്കിയാൽ ഇപ്പം ഏകദേശം 1.5 വർഷത്തിനിടയ്ക്ക് തന്നെ ഗ്രേഡ് 1 ഗ്രേഡ് 2 ആയിട്ട് 2000+ വേക്കൻസി അഡ്വൈസസ് ഇപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട്. വെറും 1.5 വർഷത്തിലാണ്, വെറും 1.5 വർഷത്തിൽ ഗ്രേഡ് 1 ഗ്രേഡ് 2 കൂടെ 2000+ വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ പോയിട്ടുണ്ട്. 3 വർഷം കാലാവധി വരും. 3 വർഷം കാലാവധി വരുന്ന ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇനി വരുന്നതാണെങ്കിലും ഇതുപോലെ എന്തായിരിക്കും 3 വർഷം തന്നെ വരും. പിന്നെ അറിയാലോ ഇപ്പോഴത്തെ എക്സാം നിങ്ങൾ മിസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നേ വരും,
2028 വരുന്നത്. 28 നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരും, എക്സാം എന്ത് ചെയ്യും, പിന്നെയും നീണ്ടുപോകും. സോ ഗോൾഡൻ ചാൻസ് ആണ്. നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഗോൾഡൻ ചാൻസ് തന്നെയാണ്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, ഒരു മടിയും വിചാരിക്കേണ്ട. സോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, സിലബസ്, ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം അപ്കമിങ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതിനുവേണ്ടി എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക. സോ അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിൽ ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു അടിപൊളി എക്സാംസ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഏറ്റവും പുതിയ ബാച്ച് AZB അക്കാഡമിയിൽ എക്സ്ക്ലൂസീവ്ലി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് സപ്പോർട്ടോട് തന്നെ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻസ് കൂടാതെ തന്നെ സ്പെഷ്യൽ കറന്റ് അഫയേഴ്സ് സെക്ഷൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ഈ ഒരു ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതായിരിക്കും. അതല്ല, നിങ്ങളല്ലാതെ ആപ്പ് ത്രൂ നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നമ്മുടെ AZB അക്കാഡമിയുടെ ആപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതിന്റെ കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു എക്സാമിനോട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. സോ ഇതിന്റെ അപ്കമിങ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഇൻക്ലൂഡിംഗ് സിലബസ് നമ്മൾ അപ്കമിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. സോ പറഞ്ഞതുപോലെ എല്ലാവരും കൃത്യമായിട്ട് ഉഷാറായിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സോ സൈനിങ് ഓഫ്, ടാറ്റാ, ബൈ ബൈ.